യഥാർത്ഥ നേതാവ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്ന ആലപ്പുഴയിലെ വിജ്ഞാന ജ്യോതിസായ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ശരിയായ വഴി കാണിച്ചു കൊടുത്ത് തൻ്റെ നീണ്ട 30 വർഷത്തെ അധ്യാപന കാലം അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട യേശുദാസ് സാർ. യേശു ആരാണെന്ന ചോദ്യത്തിന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നൽകുന്ന മറുപടി ദൈവം സ്നേഹമാകുന്നുവെന്നാണ്. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശാന്തതയുടെയും മാർഗം പഠിപ്പിച്ച യേശുവിൻ്റെ പാത തന്നെയാണ് യേശുവിൻ്റെ ദാസൻ എന്ന പേര് സ്വീകരിച്ച യേശുദാസ് സാറും പിന്തുടരുന്നത്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ PC ജെയിംസിൻ്റെയും സിസിലിയുടെയും 6 മക്കളിൽ ഒരാളായി 1970 ജൂൺ 24 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് CYMA LPS പുന്നപ്പറയിലാണ്. തുടർന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുന്നപ്ര സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം. മലയാള ഭാഷയെ അഗാധമായി സ്നേഹിച്ചിരുന്ന യേശുദാസ് സാർ BA മലയാള ബിരുദം പൂർത്തിയാക്കിയത് ആലപ്പുഴ സനാതന ധർമ്മ കോളേജിൽ നിന്നാണ്. തുടർന്ന് ഡിസ്റ്റന്റായി മലയാള ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. അധ്യാപകനാകാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ ആര്യയുടെ BEd സെന്ററിൽ എത്തിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആദ്യ PSC നിയമനം ലഭിച്ചത് 1994 ഏപ്രിൽ പോലീസ് കോൺസ്റ്റബിളായാണ്. അങ്ങനെ പാലക്കാട് കുട്ടിക്കുളങ്ങര എയർ ക്യാമ്പിൽ 2 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. എന്നാൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണം പോലെ തന്നെ 1995 നവംബർ 1 HST-ആയി തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ ചുരുങ്ങിയ കാലത്തേക്ക് നിയമിതനായി. തുടർന്ന് 3 മാസത്തെ UPST-ആയി കാട്ടൂർ ഹോളി ഫാമിലി HSൽ എത്തിച്ചേർന്നു. 14/2/1996 തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ HST-ആയി സ്ഥിര നിയമനം ലഭിച്ചു. തുടർന്ന് മാരാരിക്കുളം സെന്റ് അഗസ്റ്റിൻ HS, സെന്റ് ജോസഫ്സ് പുന്നപ്ര എന്നിവിടങ്ങളിൽ സേവനം ചെയ്തു. ഓഗസ്റ്റ് 7, 2022 ലിയോ 13 HSSലേക്ക് അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു. അധ്യാപന ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നാളുകളായിരുന്നു ഈ കാലങ്ങൾ. യേശുദാസ് സാറിൻ്റെ നേതൃത്വ ഗുണം തിരിച്ചറിഞ്ഞ ആലപ്പുഴ കോർപ്പറേറ്റ് മാനേജ്മെന്റ് അദ്ദേഹത്തെ 2018 ജൂണിൽ കാട്ടൂർ ഹോളി ഫാമിലി HSSലെ പ്രിൻസിപ്പളായി നിയമിച്ചു. അവിടുത്തെ 4 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം 2022 ജൂൺ 1 ലിയോ 13 HSSലെ പ്രഥമാധ്യാപകനായി സ്ഥലമാറ്റം നൽകി. ഔദ്യോഗിക ജീവിതവും സ്വകാര്യ ജീവിതവും കൃത്യമായി തുലനം ചെയ്തുകൊണ്ട് പോകുവാൻ യേശുദാസ് സാറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. മാതാപിതാക്കളെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സാറിന് അവരുടെ സ്നേഹവും വാത്സല്യവും ഇന്നും ആവോളം ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങളല്ലേ അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു നല്ലൊരു സന്ദേശം ഉണ്ടായതൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പം സ്കൂളിൽ ഒരു പ്രിൻസിപ്പലായിട്ടിരിക്കുന്നൊക്കെ പറയുന്നത് മിക്കവാറും മകനെ കിട്ടുന്നൊന്നുമല്ല. അത് കിട്ടി. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ മനസ്സിനകത്ത് എപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലായിരിക്കണം. പിള്ളേരാണെങ്കിലും അച്ഛനൊക്കെ തോന്നി കൃഷ്ണപ്പോളായ എന്ന മകനോട് എനിക്ക് നന്ദി പറഞ്ഞ് ശ്രമിക്കുക. 2000 മെയ് 14 സോണിയ ടീച്ചറിനെ വിവാഹം കഴിക്കുന്നത്. ടീച്ചർ ഇപ്പോൾ
പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം HST ആയി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായ എൻ്റെ പ്രിയപ്പെട്ടവൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. കുറഞ്ഞ കാലയളവിലെങ്കിലും എൻ്റെ BA പരിശീലന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയാകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരു ഉത്തമ കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉദാഹരണമാണ് അദ്ദേഹം. സ്കൂളിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ വീടിന്റെ പടിവാതിൽക്കലെത്തിയാൽ പുതിയ ഒരാളായി മാറാൻ എപ്പോഴും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ സ്നേഹവും കരുതലും പിന്തുണയും തന്നെയാണ് എപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നത്. വീട്ടിലെ ഓരോ ചെറിയ കാര്യത്തിലും എപ്പോഴും ഞങ്ങളോടൊപ്പമായിരിക്കാനും വീഴ്ചകളിൽ താങ്ങാകാനും മക്കൾക്ക് നല്ല മാതൃകയാകാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ യാതൊരു തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി അധ്യാപന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. തുടർന്നുള്ള ജീവിതം വിശ്രമത്തിൻ്റെതാണ്. എന്നാൽ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. എല്ലാ സന്തോഷവും നന്മയും ഐശ്വര്യവും തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ യാത്രയുടെ വേളയിൽ എല്ലാവിധ ആശംസകളും ഞാനും നേരുകയാണ്. ഇവർക്ക് വിനയ് പി ദാസ്, വിനീത് പി ദാസ് എന്നീ 2 മക്കളാണുള്ളത്. വിനയ് കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് MA മലയാളത്തിന് ശേഷം ആര്യാട് BEd സെന്ററിൽ അധ്യാപക പരിശീലനത്തിലാണ്. വിനയും ശ്രദ്ധേയനായ ഒരു സിനിമാ നിരൂപകനാണ്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തത് ഇത് അത്തരത്തിലൊരു നിമിഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് സന്തോഷത്തിന്റെ തൃത്തലം എന്റെ മുന്നിൽ കിട്ടുകയാണ്. ഒന്ന്, എന്റെ പിതാവ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു. 2, എന്റെ പൂർവാധ്യാപകൻ ഔദ്യോഗിക ജീവിതത്തിൽ വിരമിക്കുന്നു. 3, BEd ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഞാൻ ആയിരിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ വിരമിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം ജീവിതം കൊണ്ട് എത്തിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ കർത്തവ്യങ്ങളും ഒരാളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന തരത്തിൽ ജീവിത വഴികൾ എന്നെ അപ്പായിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. +1 കാലയളവിൽ അപ്പ എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇൻഫാക്ട് അപ്പായുടെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളെയും കാണുന്നത് പോലെ തന്നെ സ്വന്തം മകനെ പരിഗണിക്കാനും സ്നേഹിക്കാനും ശാസിക്കാനും അപ്പ സ്വാതന്ത്ര്യം എന്നെ എപ്പോഴും സ്വാഗതിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ അപ്പയുടെ അടിയുള്ള ഒരു മൊമെന്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു നേട്ടവും അതേസമയം ഒരു കോട്ടവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെന്നോ അല്ലാത്തതെന്നോ ഭേദമില്ലാതെ ക്ലാസ് റൂമുകളിൽ ഒരു സമത്വത്തിന്റെ ഒരു രാഷ്ട്രീയം അപ്പായെന്നോ നിലനിർത്തിയിരുന്നു എന്ന് എനിക്ക് പിന്നീട് ജീവിതത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. പഴയകാല അധ്യാപകരുടെ വിശ്വാസം തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം സ്നേഹവും പരിഗണനയും പ്രാധാന്യവും കൊടുക്കുന്നു അത്രത്തോളം തന്നെ പ്രാധാന്യം കാലം തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും തിരികെ നൽകുന്നു. അപ്പയുടെ ആ വിശ്വാസം എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് എനിക്കിന്ന് മനസ്സിലാകുന്നു. ഔദ്യോഗിക ജീവിതത്തിലെ കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും ഒട്ടും ചോർന്നു പോകാതെ തന്നെ കുടുംബജീവിതത്തെ ചേർത്ത് പിടിക്കാൻ അപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന അപ്പയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ്. ആ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ തമ്മിൽ ഇനിയുള്ള കാലം ഉടനീളം വിശ്രമിക്കാൻ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ അപ്പയ്ക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പ വിരമിക്കുന്നത് പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്നായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രിൻസിപ്പളായി എന്നും അപ്പ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പ എല്ലാവരും ആശംസകൾ നേരുന്നു. ഇളയ മകൻ വിനീത് ആലപ്പുഴ SP കോളേജിൽ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. +1 +2 പഠിക്കുന്ന സമയത്ത് അപ്പ ഓൾറെഡി അവിടെ
പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ മിക്ക ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ലേറ്റായ ദിവസം അപ്പാടെ വഴക്കാറുണ്ട്. അപ്പോൾ ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ചോദ്യം എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ വീട്ടിൽ ഇത്ര സ്ട്രിക്റ്റ് ആണോ എന്നുള്ളതാണ്. പക്ഷെ എനിക്കത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് സ്കൂളിൽ സ്ട്രിക്റ്റായി അധ്യാപകരാകാൻ, വീട്ടിൽ ഒരച്ഛനാകാൻ അപ്പായി കഴിക്കണം എന്നുള്ളത് എനിക്കും ചേട്ടന് മാത്രം അറിയാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഇന്ന് ഇതേ സ്കൂളിൽ നിന്ന് അപ്പ വിരക്തുമ്പോൾ എനിക്ക് ഒരു മകൻ എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവുമുള്ള ഒരു നിമിഷമാണിത്. അപ്പോൾ പഴയ എൻ്റെ എല്ലാവിധ സ്നേഹവും ആശംസകളും നേരുന്നു. സഹോദരിയായ ഷേല ടീച്ചർ കൂടെ ജോലി ചെയ്യുന്നു എന്നത് സാറിന് ഒരു വലിയ അഭിമാനം തന്നെ. ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ എൻ്റെ സന്തോഷം, അഭിമാനം. തന്റെ പോലീസ് പഠനകാലത്ത് ലഭിച്ച പരിശീലനം കുട്ടികളിൽ അച്ചടക്കം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ സഹപ്രവർത്തകർക്ക് സാറ് എന്നും വഴികാട്ടിയും സുഹൃത്തും വെളിച്ചവുമായിരുന്നു. സാറ് കൊളുത്തിയ വിജ്ഞാനത്തിന്റെ വിളക്ക് ഒരു തീപ്പന്തമായി ലിയോ തേട്ടിൻ വിദ്യാലയത്തിൽ ദീർഘകാലം നിൽക്കുമെന്ന് ഉറപ്പാണ്.